20 അബവ് ആണ്. 25 വരെ കിട്ടുന്നുണ്ട് മൈക്കിലൊക്കെ. അത്യാവശ്യം നല്ല മൈലേജ്. നീ ഉപയോഗിക്കണല്ലേ? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ന്യൂ ഷേപ്പ് വണ്ടി ഒരു 5.25-6 ലക്ഷത്തിൽ കുറഞ്ഞ് ന്യൂ ഷേപ്പ് വണ്ടി കിട്ടില്ല. ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. മൈലേജ് കൂടുതലുണ്ട്, മെയിൻ്റെനൻസ് കുറവാണ്. മെക്കാനിക്കലി ഈ വണ്ടിക്ക് 100% ഗ്യാരണ്ടി. ഇതും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ZDI വണ്ടി 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഡീസൽ i20 ആണ്. 2015 വാഹനം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം MT ഓട്ടോസ് ആണ്. വള്ളോമ്പ്രം, മലപ്പുറം ജില്ലയിൽ MT ഓട്ടോസ് വള്ളോമ്പ്രമാണ്. ഇവിടുത്തെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഓൺ അതേപോലെ തന്നെ ലോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭ്യമാണ്. സെഡാൻ, കോമ്പാക്ട് SUV, ഹാഷ്ബാക്ക് തുടങ്ങിയ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോറൂമാണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറെ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പുതിയൊരു ആപ്ലിക്കേഷനാണ്, നേരെ കാശാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളുടെ കാറ് വാല്യുവേഷൻ ചെയ്ത് മാക്സിമം വിലയിൽ അത് വിറ്റ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഫ്രീ വാല്യുവേഷൻ, അതേപോലെ തന്നെ സെക്യൂർഡ് RC ട്രാൻസ്ഫർ, ഇൻസ്റ്റന്റ് പേയ്മെന്റ്, ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറന്നുകൊണ്ട തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. ടീംടെക്കിൻ്റെ തന്നെയാണ് നേരാകൃഷ്ണ പുതിയൊരു സംരംഭം. അപ്പം അതിന് എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷോറൂം ലൊക്കേഷൻ മലപ്പുറം വള്ളോമ്പ്രമാണ്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ സുഫാനെ സ്വാഗതം ചെയ്യാം. സുഫാൻ, സ്വാഗതം. എങ്ങനെ പോകുന്നു? സുഖമല്ലേ? പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. സ്റ്റോക്ക് ഔട്ടായി, പുതിയ സ്റ്റോക്ക് കയറി. ഇവിടുത്തെ മാക്സിമം ലോൺ വണ്ടി എന്ന് പറഞ്ഞു. മാക്സിമം ലോൺ, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഫുൾ ലോൺ. അതിൽ വണ്ടിക്ക് അത് കംപ്ലൈന്റ് ആയിട്ടാണോ എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും നമുക്ക് വിൽക്കാൻ കഴിയില്ല. ഇത് കംപ്ലൈന്റ്സിന്റെ ആയിട്ടൊന്നല്ല. ബിസിനസ്സില് നമുക്ക് വിഷു, പെരുന്നാള് അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം കച്ചവടം പിടിക്കുക. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ലോണും കിട്ടും. അപ്പൊ പ്രോഫിറ്റ് കുറയ്ക്കുകയാണല്ലോ. അതെ, പ്രോഫിറ്റ് കുറച്ചിട്ട് ചെയ്യാണ്, വേറെ ഒന്നുമില്ല. വണ്ടികളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി തന്നെയാണ്, ഒരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, അപ്പൊ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അത് ഒന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മറന്നുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഞാൻ തുടക്കത്തിൽ പറയുന്നത് കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലുണ്ട്. ആദ്യ വാഹനം ഒരു കോമ്പാക്ട് SUV അങ്ങ് തുടങ്ങാം. ബ്രസയാണ്, KL 38 രജിസ്ട്രേഷനുള്ള വിറ്റാര ബ്രസ്സാണ്. ഇത് നമ്മൾ വരുന്നത് 2017 വണ്ടി. ZDI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡുവൽ ടോൺ തന്നെ കമ്പനിയിൽ വരുന്നതാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇതില് വണ്ടിയിൽ നമ്മളെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി വരാം. ഇല്ല, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. മെക്കാനിക് ഇഷ്യൂസ് നിലവിൽ ഒന്നുമില്ല. ഇത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ട് പാർട്ടിയിൽ പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ മാക്സിമം 30,000 രൂപ ലെവൽ നമ്മൾ ചെയ്താൽ കൊടുക്കാൻ. പാർട്ടി ഇൻഷുറൻസ് എടുക്കണം. നിലവിൽ ഇൻഷുറൻസ് ഉണ്ട്, അത് 4 ലക്ഷം IDV ഉള്ളൂ. അപ്പൊ നമ്മളൊരു 7 ലക്ഷം IDV എടുക്കുകയാണെങ്കിൽ നമ്മൾ 7 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ഏകദേശം എത്ര ഇൻഷുറൻസ് എമൗണ്ട് വരും അങ്ങനെ എടുക്കുകയാണെങ്കിൽ? 10,000 താഴെ ഒരു 8-9 ആ ലെവലിൽ 8,000-9,000 രൂപ ആ ഒരു IDV എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ചെലവ് വരുന്നത്. ഇതിപ്പോ 2017 മോഡൽ ZDI പ്ലസ് ആണ്. ഡീസൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അതില് മൈലേജ് 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓട്ടം എത്ര പോയി? ഓട്ടം 1.30 ഓടിയുണ്ട്. 1,30,000. ജനുവൽ സർവീസ് ആണോ? സർവീസ് ചെക്ക് ചെയ്തില്ല, നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളെല്ലാം ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, വണ്ടി എന്തായാലും കണ്ടീഷൻ ആണ്. എത്രയും ആസ്കി നമ്മൾ ഫൈനലായിട്ട് നമുക്ക് 7 ലക്ഷത്തിന് കൊടുക്കാം. 7,25,000 രൂപയ്ക്ക് 2017 ZDI പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്. ഇവിടെ നോർമലി നമ്മളിവിടെ ആൾക്കാർ ചോദിക്കുന്നത് 7,16,000 വണ്ടിക്ക് 7 ലക്ഷം റെഡ് ആൻഡ് ബ്ലാക്കിന് വരുന്നുണ്ട്. 7,15 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 1.30 ഓട്ടം. അത് കമ്പനി സർവീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ടില്ല. ഓക്കെ, എന്തായാലും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ക്ലീൻ പീസ് വാഹനമാണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV. അപ്പോൾ 10,000-20,000 കണ്ടാൽ ഇറക്കാനും മാക്സിമം 25,000 പ്ലസ് ഇൻഷുറൻസ് അത്രേ ഉള്ളൂ. അതെ, ഇൻഷുറൻസിന്റെ ഒരു 7,000 കൂടെ കാണണം. കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. മിസ് ചെയ്യേണ്ട. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മുടെ ഇന്ത്യൻ നേരത്തെയുള്ള ഏറ്റവും ക്യൂട്ടായി ഇറങ്ങിയ ഒരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ മൈലേജ് ഏറ്റവും കൂടുതൽ മൈലേജ് ഡീസലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. KL 41 രജിസ്ട്രേഷനുള്ള നിസാൻ മൈക്രയാണ്. പറവൂ. ഇത് വരുന്നത് 2017 മോഡൽ 18 രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, ഇതിൽ തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചോട്ടോപ്പനാണ്. അല്ല, എക്സെല് ബട്ടൺ സ്റ്റാർട്ട് ഓപ്ഷൻ വണ്ടി ആയിട്ട് വരുന്നത്. ഇതിനും പറഞ്ഞ മാതിരി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 80 വരെ സർവീസിന്റെ 86 ഓടിയിട്ടുണ്ട്. ഡീസൽ 20 അബവ് ആണ്.
25 വരെ കിട്ടുന്നുണ്ട് ബൈക്കിലൊക്കെ. അത്യാവശ്യം നല്ല മൈലേജ്. നീ ഉപയോഗിക്കണല്ലേ? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതെ. അവിടെ പറഞ്ഞത് എടുത്ത് പറയാം. മെയിൻ്റെനൻസ് എങ്ങനെ വരുന്നുണ്ട്? മെയിൻ്റെനൻസ് എന്റെ പിന്നെ കുറെ ഓടിയ വണ്ടിയാണ്, കുറച്ച് പഴയ വണ്ടി. നീ രജിസ്റ്റേർഡ് ആണ്? ഇത് കേരള വണ്ടി കൂടെയാണ്. രജിസ്റ്റേർഡ് ആണ് ഞാൻ എടുത്തത്, ഡൽഹി വണ്ടിയാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നമാണ്. ഇത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ കഴിയും. അത് ശരി, ഫുൾ ലോൺ കയറുന്ന ഫുൾ ലോൺ ചെയ്യാം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന എക്സൽ പുഷ്പട്ടം വരുന്ന ഡീസൽ മൈക്രയാണ്. എത്ര ചോദിക്കുന്നത് 420 ആണ്. ഒരു 4 ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം. ഇപ്പൊ ഫുൾ ലോൺ കിട്ടുന്ന പറഞ്ഞാൽ ഫുൾ ലോൺ 0 ഡൗൺ ആസ്കിംഗ് പ്രൈസ് നെഗോസിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇൻഷുറൻസും ഉണ്ട്, IDV ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ 4 ലക്ഷം നമുക്ക് പറഞ്ഞാൽ പോരെ? ഫൈനൽ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ചെറിയ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം 4 ലക്ഷം മേലെ ലോൺ. ഓക്കെ, ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. പ്രൈസ് എന്തായാലും ഡിസ്കൗണ്ട് ആണ്, വലിയ ഡിസ്കൗണ്ട് ആണ്, ഒരു കോംപ്രമൈസും ഇല്ല അതിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. മൈലേജ് ഉള്ള അടിപൊളി ഒരു വാഹനമാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വാഹനം, സിംഗിൾ ഓൺഷിപ്പ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത സ്വിഫ്റ്റ് ഡിസയർ വന്നു. KL5 കോട്ടയം വണ്ടിയാണ്. ഇത് 2014 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് പെട്രോൾ വേരിയന്റ് ആണ്. VX വേരിയന്റ് 14. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് കൂടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങൾ മേജർ ആയിട്ടൊന്നുമില്ല. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ പറയുന്നത്? ഈ ബാക്ക് ഡോർ, റൈറ്റ് സൈഡ് ബാക്ക്. അതെ, ഗ്ലാസുകളൊന്നും മാറിയിട്ടില്ല. കമ്പനി പോകുമ്പോൾ ക്ലെയിം ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി ഈ വണ്ടിക്ക് 100% ഗ്യാരണ്ടി. അപ്പോ പെട്രോൾ വണ്ടിയാണ്, വേറെ പണികളൊന്നും വരാൻ ചാൻസ് ഇല്ല. നിലവിൽ മെക്കാനിക്കലി ഞാൻ ഗ്യാരണ്ടി അല്ല, മെക്കാനിക്കലി ഗ്യാരണ്ടി എടുത്ത് പറയുമ്പോൾ ബാക്കിയുള്ള വണ്ടിക്ക് ആ ഗ്യാരണ്ടി ഇല്ലേ? അല്ലല്ല, ഇതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് ഓടിച്ചാൽ എനിക്കൊരു കംഫർട്ട് തോന്നിയോണ്ട് അങ്ങനെ പേഴ്സണലി ഓടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ആ ഒരു ഡോർ മാത്രം. 2014 VX ആണ്, മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനം. ഒരു 13-16 റേഞ്ച് വരെ മൈലേജ് കിട്ടും. ഒരു നോർമൽ 15 വരെ നമുക്ക് പറയാം, 15 വരെ. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 70 ഇത് കാണിക്കണേ. ഒരു 110 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. ഉണ്ട്. അപ്പൊ മീറ്റർ തിരിച്ചു വെച്ചാണ്. ഇവര് തിരിച്ചല്ല, അല്ലല്ല, ഡീലർമാർ തിരിക്കുന്നതാണ്. പക്ഷേ അതിൽ കാര്യമില്ല, സർവീസ് വളരെ ഇൻട്രോളാണ്. സർവീസ് ഉണ്ട്. അപ്പൊ എന്തായാലും എത്ര ആസ്ക് ചെയ്യുന്നു? ഇപ്പൊ ആസ്കിങ് ചെയ്യുന്നത് 4 ലക്ഷമാണ്. 4 ലക്ഷത്തിന് 2014 VXi ഡിസയർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സ്വന്തമാക്കാം. ലോണിക്ക് വന്നൊരു 3.5-3.25, ചിലപ്പോൾ 4 വരെ. ഫുൾ ലോൺ കിട്ടാൻ നമുക്ക് പറയാം. ഒരു 3.5 നമുക്ക് പ്രതീക്ഷിക്കാം. 50,000 കാണും. 50,000 ഫുൾ ലോൺ 0 to 50,000. അത്രേ പാർട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. i20 KL5 കോട്ടയം വണ്ടി. ഇത് കോട്ടയം വണ്ടിയാണ്, വീണ്ടും കോട്ടയം വണ്ടി. എലൈറ്റ് ആണ് ഷേപ്പ്. പറഞ്ഞോളൂ. ഇത് 2015 വണ്ടി. ആസ്ട്ര ഓപ്ഷൻ ആണ്. ഡീസൽ ഓപ്ഷനിലാണ്. ആസ്ട്ര ഓപ്ഷനില്ല. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, അന്നത്തെ ടോപ്പ് ആണ് 2015 ഓപ്ഷൻ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. 16 തോന്നുന്നു. അന്നത്തെ ഫുൾ ടോപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും മാക്സിമം നമുക്ക് ലോൺ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു 5 to 5.25 ഒരു ലോണും കൊടുക്കാം. അപ്പൊ ആസ്കിങ് 5 രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫുൾ ലോൺ തന്നെ. ഓക്കെ, 5 ലക്ഷത്തിന് ഈ പാർട്ടിയുടെ പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ കഴിയുക. പെട്രോളോ ഡീസൽ അല്ല, അത്യാവശ്യം മൈലേജും. ഓക്കെ, 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഡീസൽ i20 ആണ്. 2015 വാഹനം. 5 ലക്ഷം ആസ്കിങ്. 5 ലക്ഷത്തിന് ഫൈനൽ. 5.25 ആസ്കിങ്. ഓക്കെ, 5 ലക്ഷം ഫൈനലാണ്. അതിൽ ഫുൾ ലോൺ കിട്ടുന്ന ഒരു ഡീസൽ i20. നല്ല മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഒരു ക്ലെയിം ഒന്നുമില്ല അല്ലെ? മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും സംഭവിച്ചില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു എറ്റിയോസ് ആണ്, ടൊയോട്ട എറ്റിയോസ്. KL10 റീ രജിസ്ട്രേഷൻ ആയ വാഹനമാണ്. ഓക്കെ, ഇത് 2016 വണ്ടി. SP എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 16 എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഓക്കെ, റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. മലപ്പുറത്തേക്ക് നമ്പറായ വണ്ടി. ഓക്കെ, ഇതിന് നമ്മൾ ചോദിക്കുന്നത് 4.25 ലക്ഷമാണ്. 2016 ഡീസൽ വരുന്നുണ്ട്. ഡീസൽ വണ്ടി 4,30,000. ഇപ്പത്തെ ഒരു കണക്ക് വെച്ച് കേരള വണ്ടി ഒരു 6 ലക്ഷം വരെ ഇപ്പത്തെ കണക്കിൽ വിറ്റുപോകുന്നുണ്ട്. ഇത് കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. 4.30 ഉണ്ടാക്കാം. 4.25 സോറി 4,75,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം 2016 മോഡൽ ഡീസൽ വാഹനം സ്വന്തമാക്കി. എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 140 ആണോ? 1,40,000 മീറ്റർ. വണ്ടി ഓടിക്കുന്ന കാര്യം നോക്കുമ്പോൾ ജെനുവിനായി തോന്നുന്നുണ്ട്. റീ രജിസ്റ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. ഗ്യാരണ്ടി കൊടുക്കുന്നില്ല ഓട്ടത്തില്. എന്തായാലും ആ ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം വരാൻ വണ്ടിയുടെ മെക്കാനിക്കും മീറ്റർ നോക്കുമ്പോൾ ഓക്കെയാണ്. ക്ലെയിം ഒന്നുമില്ല അല്ല? മേജറായിട്ട് ക്ലെയിമുകളൊന്നുമില്ല. 20 above മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉള്ള സെഡാൻ വണ്ടിയാണ്. അപ്പോ കേരള വണ്ടിക്ക് അത്രയും വില കൊടുക്കണം. പക്ഷെ വണ്ടി കണ്ടീഷനാണ്. റീ വണ്ടി എടുത്താലും ഒരു കുഴപ്പമോ അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 32 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. എങ്ങനെ സഫോന്റെ കാര്യം? ഇത് ഞാൻ വരുന്നത് 2017 വണ്ടി. ഇതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, ഡീസൽ വേരിയന്റ്. ഡീസൽ തന്നെ മിഡില് നമ്മളൊരു ഇപ്പൊ ഇത് 17 ഓൾഡ് ഷേപ്പ് ഫസ്റ്റ് വരുന്ന വണ്ടി. ഇത് തന്നെ 17 ലാസ്റ്റ് ന്യൂ ഷേപ്പ് വരുന്നുണ്ട്. നമ്മളൊരു സ്റ്റോക്ക് ഉണ്ട്. ഇത് വരുന്നത് 17 ഓൾഡ് ഷേപ്പ് വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. മേജർ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നല്ല കാര്യമാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ടയേഴ്സ് കമ്മിയുണ്ട്, വേറെ മെക്കാനിക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നിലവിൽ കാഴ്ചയൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞ മാതിരി പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം. ഇൻഷുറൻസ് ഏകദേശം എത്ര വരും? വളരെ ഒരു 7-8 ആ ലെവലിൽ എടുക്കുകയാണെങ്കിൽ അത് മാത്രം ഡൗൺ പേയ്മെന്റ് തന്നാൽ മതി. ബാക്കി എല്ലാം നമുക്ക് ലോൺ ആക്കി കൊടുക്കാം. ഫുൾ എമൗണ്ട് ലോൺ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവേ. മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. എത്ര ആസ്ക് ചെയ്യുന്നത്? 5.4 ലക്ഷമാണ്. നമുക്കൊരു 5 ലക്ഷത്തിന് എബോവ് ലോണും കൊടുക്കാം. ലോണും കിട്ടും. 5,25,000 രൂപയ്ക്ക് 2017 ഡിസയർ ഡീസൽ വാഹനം VDI നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണും ഒന്നും നോക്കാനില്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. പിന്നെ ഒരു സെയിം ഡിസയർ വന്നു. KL 55 തിരൂർ രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. ഇത് വരുന്നത് 2013 വണ്ടി, ZDI വണ്ടിയാണ്. ഇതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 13 നേരത്തെ കണ്ട 17 ആയിരുന്നു. ഇതും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ZDI വണ്ടി, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ്സ് എല്ലാം വരുന്നത്. അന്ന് ഫുള്ള് ZDI ആണ്. അന്നത്തെ അല്ല, അന്ന് ഫുൾ ഓപ്ഷൻ ZDI ഉള്ളൂ, പ്ലസ് ഇല്ല. ഇത് തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ടോപ്പ് ആണ്. അന്നത്തെ ടോപ്പ്. ഓട്ടോ എത്ര പോയി? ഓട്ടം 1.40 ഓടിയിട്ടുണ്ട്. 1,40,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഈ ബമ്പർ മാറാൻ അങ്ങനത്തെ മെന്റൽ പാർട്ടുകളൊന്നും മാറിയിട്ടില്ല. ഓക്കെ, ബമ്പർ കാര്യങ്ങൾ ഓക്കെ. പിന്നെ എത്ര ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 3.95 ആണ്. 13 ZDI വണ്ടി. 3,95,000 രൂപയ്ക്ക് അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 3.5 കിലോമീറ്റർ. 13 ZDI ഉണ്ട്. ഒരു 3.5-3.25 ഇടയിൽ നമുക്ക് ലോൺ ആയിട്ട് 50,000 ആ ലെവലിൽ കണ്ടാണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഈ വില ഫൈനലല്ലോ അല്ലേ? ഏത് പറഞ്ഞ വില ഫൈനലല്ലോ? ഫൈനലല്ല, എല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആയി കൊടുക്കാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഡിസയർ ആണ്. ന്യൂ ഷേപ്പ് ഡിസയർ ആണ്. KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. സഫോറെ ഫുൾ ഡിസയർ ആണല്ലോ കളി. ഡിസയറ കളി ഇപ്രാവശ്യം ഏകദേശം 1, 2, 3, 4 ഒരെണ്ണം പുറത്തുണ്ട്. ഡിസയറും പിന്നെ ഈ സെഡാൻ വണ്ടി, i20, ബ്രൈസ, അതൊക്കെ നമ്മളൊരു മെയിൻ കളികളാ. എൻക്വയറീസ് കൂടുതലാണ്. ടെറാനോ ഡസ്റ്റ് വരാനുണ്ട്. ഇന്ന് നമ്മളെ റമീസ് വണ്ടി എടുക്കാൻ പോയൊക്കെയാണ്. വരുന്ന വഴിക്ക് ഡസ്റ്റർ ഉണ്ട്, ഒരു SUV ഉണ്ട്, പിന്നെ ഒരു Ertiga 14 വണ്ടി. അപ്പൊ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഏകദേശം 4 വണ്ടികളൊന്നും വരുന്നുണ്ട്. എല്ലാ ടൈപ്പ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടി, ലാസ്റ്റ് ഷേപ്പ് ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, ഏകദേശം നല്ല കമ്പനി മൈലേജ് 28 പറയുന്നത് നമുക്ക് 24 പ്രതീക്ഷിക്കാം. ഓക്കെ, ഡീസലാണ്. ഡീസൽ വേരിയന്റ് ആണ്. 17 ഡീസൽ. VDI വണ്ടി. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മെയിൻ ക്ലാസിന്റെ പഞ്ചിങ് ടാഗ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ മൈലേജ് പറഞ്ഞല്ലോ 24. മൈലേജ് കമ്പനി പറഞ്ഞത് 28 ആണ്. നമുക്ക് 24 വരെ എന്തായാലും പ്രതീക്ഷ. 20 അപ്പൊ എന്തായാലും പ്രതീക്ഷ. അതെ, ഈ ഇൻഷ ഇപ്പം മൈലേജ് കൂടുതൽ കിട്ടും. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാ? ഓട്ടോ എത്ര പോയി? 1.32 ഓടിയിട്ടുണ്ട്. 1,32,000 17 VDI വാഹനമാണ്. എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ഫുൾ ഓൺ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇൻഷുറൻസ് എമൗണ്ട് മാത്രം. എത്ര ആസ്ക് ചെയ്യുന്നത്? 5.4 ലക്ഷം. 5 ലക്ഷം. എനിക്ക് തോന്നുന്നില്ല ഈ ന്യൂ ഷേപ്പ് വണ്ടി ഒരു 5.25-6 ലക്ഷത്തിൽ കുറഞ്ഞ് ന്യൂ ഷേപ്പ് വണ്ടി കിട്ടില്ല. 5,25,000 രൂപയ്ക്ക് VDI ഡീസൽ മിഡിൽ ഓപ്ഷൻ ന്യൂ ഷേപ്പ് ഡിസയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ഓൺ വണ്ടിയാണ്. ഇൻഷുറൻസ് മാത്രം ഡൗൺ പേയ്മെന്റ്. ഇൻഷുറൻസ് മാത്രം 8 രൂപ 10 രൂപ. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, മിസ് ചെയ്യണ്ട, പെട്ടെന്ന് വിളിച്ചു. അങ്ങനെ ഡിസയർ എന്ന് മാറി അടുത്തൊരു സ്വിഫ്റ്റ് വന്നിരിക്കുകയാണ്. KL 24 രജിസ്ട്രേഷൻ ഉള്ള സ്വിഫ്റ്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വണ്ടി, ZXi ടോപ്പിന്റെ പെട്രോൾ വേരിയന്റ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയായിരുന്നു. ഓട്ടം 1.5 1,05,000. ഇത് പാർട്ടിയുടെ നിർബന്ധപ്രകാരം ഞങ്ങളെ പേരിട്ട് മാറിയിട്ടുണ്ട്. യൂസിങ് സിംഗിൾ ആണ്. RC സെക്കൻഡ് ആയിട്ടുണ്ട്. ഒരാളാണ് യൂസ് ചെയ്തത്. അതെ, നല്ല കോസ്റ്റ്ലി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ്. ഇതിനും പറഞ്ഞ മാതിരി മെക്കാനിക് ഇഷ്യൂസ് കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല. റീപ്ലേസും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ബാക്കി എല്ലാത്തിനും ഗ്യാരണ്ടി തന്നെയല്ലേ? ഗ്യാരണ്ടി പൊതുവെ പറയാം, എല്ലാ വണ്ടിയും പ്രത്യേകിച്ച് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. പ്രൈസ് എങ്ങനെ? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 3.25 ലക്ഷത്തിന് കൊടുക്കാൻ കഴിയും. 3,75,000 രൂപയ്ക്ക് 2013 ZXi 1,05,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ,
ലോൺ ഒരു 3.5-3.4 ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പാർട്ടി പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ 25,000 മുതൽ 50,000 വരെ കണ്ടാൽ 25-50 ഇടയിൽ കണ്ടാൽ നമുക്ക് മാക്സിമം ഇറക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മാരുതി സുസുക്കിയുടെ സിയാസ് വാഹനമാണ്. ഇതും KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ സുഖമാണ് ഇത് വരുന്നത് 2015 വണ്ടി, 16 രജിസ്റ്ററാണ്. കൂടാതെ ഹൈബ്രിഡ് എഞ്ചിൻ കൂടിയാണ്, ഡീസൽ ഹൈബ്രിഡ് എഞ്ചിന്. ഒരു അന്നത്തെ ഏത് ഓപ്ഷൻ? VDA പ്ലസ്. നമുക്ക് സ്റ്റിയറിംഗ് അല്ല ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റിൽ വരും, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരും, എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. VDA പ്ലസ് വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് 24 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും വലിയൊരു സെഡാൻ വാഹനം മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ട് ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. നിലവിൽ പ്രൈവറ്റ് തന്നെയാണ്, ഇപ്പൊ പ്രൈവറ്റ് ആണ്. ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. മൈലേജ് കൂടുതലുണ്ട്, മെയിൻ്റെനൻസ് കുറവാണ്, പിന്നെ യാത്ര കംഫർട്ട് ഉണ്ട്. യാത്ര കംഫർട്ട്, ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കൂടെയാണ്. 15 മോഡൽ 16 15 മോഡൽ 16 വയസ്സിന് ഹൈബ്രിഡ് എഞ്ചിന്. 15 ലാസ്റ്റിക്കാണ് ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നത്. എത്ര ആസ്ക് ചെയ്യുന്നത്? നമുക്ക് ഒരു 5.4 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ VDI പ്ലസ് ഹൈബ്രിഡ് VDI പ്ലസ് ഹൈബ്രിഡ് സിയാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ 5 ലക്ഷം നമുക്ക് കയറ്റി കൊടുക്കാം. 25,000 കണ്ടാൽ ഇൻഷുറൻസ് നല്ല തീർന്ന് കിടക്കണം. അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാം. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ 5 ലക്ഷം നെഗോസിയേഷൻ നടക്കും. 5.4 ലക്ഷം നമ്മുടെ ഫൈനൽ റേറ്റ് വരുന്നത്. ഫൈനലായിട്ട് ഇനി വന്നിട്ട് ചെറിയൊരു നീക്കുപോക്ക് വരുത്തി കൊടുക്കാം. 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി ഡീസൽ സെഡാൻ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എപ്പോഴാണ് കയറാം? നെക്സ്റ്റ് സ്റ്റോക്ക് മാക്സിമം 1 വീക്ക്. ഈ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ. പെരുന്നാൾ മിനിയാതെ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ നമ്മൾ ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വരാനുള്ള വണ്ടികളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡസ്റ്റർ അങ്ങനത്തെ വണ്ടികളൊക്കെ വരും. SUV ഉണ്ട്, അതുപോലത്തെ കുറച്ച് വണ്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടികളിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റുകളായി രേഖപ്പെടുത്താനും വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.